ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം. എന്തെല്ലാം വിഷയങ്ങളാണെങ്കിലും ഭാരങ്ങളാണെങ്കിലും ആ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത് എനിക്ക് ഒരാളുണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ ബോധ്യത്തോടെ ഒന്നായിരുന്നേ. ആ കർത്താവ് പറഞ്ഞിരിക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്നേ. എന്തെല്ലാം പ്രതികൂലമാണെങ്കിലും പ്രശ്നമാണെങ്കിലും രോഗമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാണെങ്കിലും വിചാരപ്പെടാതൊന്നിരുന്നേ. കർത്താവ് ഒത്തിരി പ്രാവശ്യം അതായത് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് പറയാ, താമരയെ നോക്ക്, അതിനെ ചമച്ച ഒരു ദൈവമുണ്ട്, അതെ നമ്മളെ ഉണ്ടാക്കിയ നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നേ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും എന്ത് വിഷയമാണെങ്കിലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ധൈര്യത്തോടെ ആ കർത്താവ് എനിക്കുണ്ട്, എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ പ്രതികൂലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്നുള്ള അതൊന്ന് വിളിച്ചു പറഞ്ഞ്, ഒരു കർത്താവ് എനിക്കുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ തരണം ചെയ്യും, ആ ദൂതനെ അയച്ച് വഴി തുറക്കും എന്നൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ് ഇന്നത്തെ ദിവസത്തെ ഒന്ന് അനുഗ്രഹമാക്കിക്കേ. അല്ലാതെ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കാതെ എന്തെല്ലാം വന്നാലും ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒന്നും എന്നോട് എൻ്റെ കാൽക്കീഴില, എല്ലാം കർത്താവാക്കി വെച്ചിരിക്കുന്ന ക്രൂശിൽ എല്ലാത്തിൻ്റെ മേലും ജയഘോഷം കൊണ്ടാടിയ ഒരു പിതാവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ തനികയല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ ബോധ്യത്തോടെ ഇന്ന് നമുക്കായിരിക്കാം. കർത്താവ് കൂടെ ഉണ്ട്, അവൻ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ധൈര്യമായിട്ടൊന്നിരുന്നേ. കർത്താവ് കൂടെയുണ്ട്. ഷീന പറഞ്ഞ പോലെ സ്പീക്ക് വാട്ട് യു വാണ്ട് ടു സീ. നിങ്ങൾക്ക് കാണാൻ എന്ത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. സാഹചര്യങ്ങളെല്ലാം ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം, എന്നാൽ ഒരു ഓവർകമർ നിങ്ങളുടെ അകത്ത് എൻ്റെ ഇരിപ്പുണ്ട്. ഹിസ് നെയിം ഇസ് ജീസസ്. ഹീസ് റിസൈഡിങ് ഇൻസൈഡ് യു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ. ഐ എം ടോക്കിംഗ് നോട്ട് അബൌട്ട് എൻ എവേ ഗോഡ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ നിയർ ഗോഡ്. എൻ്റെ അകത്ത് വസിക്കുന്ന, എൻ്റെ അകത്ത് ഇരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെയും നിങ്ങളിലൂടെയും ചെയ്യുന്ന നല്ലൊരു പിതാവ് നമുക്കുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകുത്താം. ഈ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാളെ ഈ ദിവസം വരെ നമ്മളെ വഴി നടത്തിയ വലിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് തൻ്റെ അന്ത്യത്തോളം അത് തികയ്ക്കാൻ മതിയായവനാണ്. ലോകത്തിൽ കടന്നു പോകുന്ന ഏത് ഇഷ്യൂസ് ആണെങ്കിലും ഏത് വലിയ പ്രതികൂലമാണെങ്കിലും അതിൻ്റെ അകത്ത് ദൈവമക്കളെ നിങ്ങൾ ഒരിക്കലും തകരത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ആ കടന്നു പോകുന്ന വിഷയം ഇറ്റ് വിൽ ബി എ മൈറ്റി ഡോർ ഓപ്പണർ ഫോർ യു. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വാതിൽ തന്നെയാണ്. പ്ലീസ് നോക്ക്, യേശു ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും താനല്ല പോകുന്നത്, അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. ആ ഉയർച്ച തന്നെ പ്രാപിക്കും എന്നുള്ള ആ വാക്ക് പ്ലീസ്, അത് എന്നെ നിങ്ങളെയും സംബന്ധിച്ച്, ബിക്കോസ് ഐ എം പോർട്ടഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നെ കർത്താവ്, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, വി ആർ റീലൊക്കേറ്റഡ്. എന്നെ റീലൊക്കേറ്റ് ചെയ്ത് കർത്താവ് എവിടെയോ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് ഞാൻ US പോയാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ UK ചെല്ലുകയാണെങ്കിൽ, അവിടുത്തെ സിറ്റിസൺ ആയാൽ, അവിടുത്തെ ഒരു പൗരനായി തീർന്നാൽ, ആ പൗരത്വത്തിൻ്റെ എല്ലാ നന്മകളും, ആ രാജ്യം എനിക്ക് ഒരു പൗരന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അത് മുഴുവൻ എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിൽ എന്നെ നിങ്ങളെ മാറ്റി വെച്ചിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. പ്ലീസ് ബി കണക്റ്റഡ് വിത്ത് ദ ഹെവൻലീസ്. സ്വർഗവുമായിട്ട് കണക്റ്റായി നിന്നേ, ആ സ്വർഗത്തിൻ്റെ ശബ്ദവുമായിട്ട് കണക്റ്റായി നിന്നേ. എന്തൊക്കെ സിറ്റുവേഷൻസ് വിൽ അറൈസ്. ഈ ലോകത്തിൽ ആർക്കാ വിഷയമില്ലാത്ത, ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതന്മാർക്കും വിഷയമുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വിഷയമുണ്ട്, സമ്പന്നർക്ക് വിഷയമുണ്ട്, എല്ലാവർക്കും വിഷയമുണ്ട്. ദേ ആർ ഓൾ ഫേസിങ് ആൻ ഇഷ്യൂ ഇൻ ദർ ലെവൽ. അവരുടെ ലെവലിൽ അവർ ഏറ്റവും ദ ഹയർ യു ഗോ ദ സിറ്റുവേഷൻ വിൽ ബി ഹാർഡർ. ഒരിക്കലും നമ്മൾ ലൈറ്റ് ആയിരിക്കത്തില്ല. ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലോട്ട് നമ്മൾ പോകുമ്പം അത്രയും കൂടുതലായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഇഷ്യൂസിൻ്റെ വലിപ്പം, അത്രയും കൂടുതലായിരിക്കും. നോക്ക്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി താൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ
നമുക്ക് ഈ നമുക്ക് ഈ നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ വാടക കൊടുക്കുന്നതും നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസും ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ 2 EMI അടയ്ക്കാനുള്ളതും, ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂ. തൻ്റെ ഇഷ്യൂ അന്താരാഷ്ട്ര ലെവലിലാണ്. തൻ്റെ വിഷയങ്ങൾ പല ആ കരാറ് ഈ കരാറ്. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കുറച്ച് മുകളിലോട്ട് പോകുമ്പം ഇറ്റ് ഈസ് ഹാർഡർ. അതിൻ്റെ അർത്ഥം മുകളിലോട്ട് പോകേണ്ടെന്നല്ല, അവിടെ ഗോഡ് വിൽ ഗിവ് യു ഗ്രേസ്. കർത്താവ് ചില സ്ഥാനങ്ങളിൽ നമ്മളെ ആക്കി വെക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും കൂടി ഉള്ള കൃപയും കഴിവും ആലോചനയും ദൈവികമായ വിസ്ഡവും എല്ലാം കർത്താവ് പകരും. സോ എന്നെ കേൾക്കുന്നവരോട് പറയാം, യു ലാക്ക് നത്തിങ്. ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കുറവ് വരത്തില്ല. ഇന്ന് ആ ഒരു ധൈര്യത്തോടെ വിഷയങ്ങളെ ഫേസ്. ഇന്ന് വാസ്തവത്തിൽ ഇന്നത്തെ എൻ്റെ മെസ്സേജ് കുറച്ച് പ്രോഫറ്റിക്കലാണ്. ഐ എം സ്പീക്കിംഗ് ടു സമ്മൺ. ഈ ചില ആൾക്കാർ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ബട്ട് നൗ ദേ ആർ ഫേസിങ് മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. അങ്ങനെ സമാനമായ അനുഭവങ്ങളിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഇന്നുണ്ട്. ദിസ് ഈസ് ഫോർ യു. വാട്ട് ടു ഡു. പല വഴിയിൽ നിന്ന് പല വിഷയങ്ങൾ ഒന്നിച്ച് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പം വാട്ട് വിൽ യു ഡു? ഇന്ന് അതിനെക്കുറിച്ച് പറയുവാൻ എനിക്കറിയാം. ഇതാ ഐ എം സ്പീക്കിംഗ് ടു സമ്മൺ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ഞാൻ സംസാരിക്കുന്നത്. ഒരു കാര്യത്തിന് ഇവിടെ നമ്മുടെ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു ദൈവവചന ഭാഗം 2 രാജാക്കന്മാർ അതിന് 3-ാം അധ്യായത്തിൽ നമ്മൾ ദൈവവചനം നമ്മൾ കാണുകയാണ്. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവിടെ 3 രാജാക്കന്മാർ ചേർന്ന്, ഏദോം രാജാവ്, യഹൂദ രാജാവ്, അതുപോലെ യഹോസാഫാത്ത്, ഈ 3 രാജാക്കന്മാർ ചേർന്ന് അവർ യുദ്ധത്തിന് കടന്നു പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുന്നു. അവരൊന്നിച്ച് മോവോബ്യരുമായിട്ട് മോവോബ്യർ വാസ്തവത്തിൽ ഇസ്രയേലിന് ടാക്സ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ഇനി ടാക്സ് കൊടുക്കത്തില്ല എന്ന് പറയും. നൗ ആൻഡ് ദ കിങ്ഡം ഇസ് ഇൻ അറ്റാക്ക്. മോവോബ്യര് യുദ്ധം ചെയ്യാൻ വരികയാണ് ഇസ്രയേലുമായിട്ട്. കൂട്ടത്തിൽ ഏദോം രാജാവും യഹൂദ രാജാവും കൂടി ആ രാജാവും തങ്ങളുടെ സൈന്യങ്ങളും എല്ലാവരും ചേർന്ന് എവിടെ പോവുകയാണ്? അവർ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ they were facing another issue. ഇന്ന് ആരോട് പറയാം? ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു, പക്ഷേ ഇപ്പം നോക്ക്, അന്ന് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, ഇപ്പൊ പല വിഷയം വന്നിരിക്കുകയാണെങ്കിൽ പ്ലീസ് വാട്ട് ഷുഡ് ഐ ഡു? ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഇവര് ഫേസ് ചെയ്യാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ അവൻ, മോവാബ്യ രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് ആളയച്ച് ചോദിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. നോക്ക്, അവര് ഒന്നിച്ച് 3 രാജാക്കന്മാർ ഒന്നിച്ച് യുദ്ധത്തിന് വേണ്ടി പോവുക. 9-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അവര് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. Now they have spent 7 days together. 7 ദിവസം അവര് പട്ടാളക്കാര്, അവരുടെ മൃഗങ്ങള് എല്ലാവരും കൂടെ യാത്ര ചെയ്ത് അവര് കടന്നു പോവുക. They were facing another problem. അവർ യുദ്ധത്തിനാണ് പോകുന്നത്, പക്ഷെ അവർക്ക് വെള്ളമില്ല. നോക്ക്, വെള്ളമില്ല എങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. Now this is a question of survival. ഇത് യുദ്ധത്തിന്റെ വിഷയമല്ല. ഇനിയും അടുത്ത ദിവസം എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള വിഷയം. സമാനമായ അനുഭവങ്ങളിൽ അടുത്ത ദിവസം എങ്ങനെ മുമ്പോട്ട് പോകും. നമ്മൾ പറയുകയല്ലേ, ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്നൊക്കെ പറയുകയല്ലേ. എങ്ങനെ ഇപ്പം നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത 2 മിനിറ്റ് പോലും നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവർക്ക് വെള്ളമില്ല. അവർക്ക് ഇപ്പം 7 ദിവസം യാത്ര ചെയ്തു, അവരുടെ വെള്ളം തീർന്നു, അവർ മരുഭൂമിയിലാണ്. അവർക്ക് they couldn't find water. അവിടെ വെള്ളമില്ലാത്ത ഒരവസ്ഥ വന്നു. അവിടെ എന്ത് ചെയ്യും? അവിടെ ക്വസ്റ്റ്യൻ അറൈസസ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നവർ പോലും നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നീ പോയിട്ട് എന്തായി? നീ പറഞ്ഞല്ലോ ഇപ്പൊ ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് ശരിയായില്ല, നിന്റെ വിഷയം കൂടിയല്ലേ വന്നുള്ളൂ, അല്ലേ? ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, പക്ഷേ വിഷയങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സമാന അനുഭവങ്ങളിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ആദ്യം തന്നെ ഒറ്റ
വാക്കിൽ പറയാം, ഭയപ്പെടണ്ട, ആമേൻ. ധൈര്യമായിട്ടിരിക്കുക, ഉറച്ചു നിൽക്ക്. ഈ കർത്താവ് ഇതിൻ്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും. ഞാൻ ഒരു കാര്യം പറയാം, കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ മുറുകുന്നോ, എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളൊരു വിടുതലിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കുവാൻ അവിടെ കർത്താവ് സമ്മതിക്കത്തില്ല. പലപ്പോഴും പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയോ, ആ മിറക്കിളിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ തെറ്റിച്ച് കളയുക. വെൻ തിങ്സ് ഗെറ്റ് ഹാർഡർ, ഇനിയും എനിക്ക് അടുത്ത നിമിഷം പോകാൻ സാധിക്കത്തില്ല എന്ന് ഉള്ള ഒരു രീതി കൊണ്ടുവരുമ്പം നമ്മൾ ടേൺ ബാക്ക് ചെയ്യും. നമ്മൾ ടേൺ ബാക്ക് ചെയ്യണമെന്നാണ്, അവിടെ ടേൺ ബാക്ക് ചെയ്യരുത്, അവിടെ തല ഉയർത്തിപ്പിടുക. നിങ്ങൾ വിശ്വസിച്ച കർത്താവ് ശക്തനാണ്, നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല, കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ വാക്യം തന്നെ നോക്ക്, എനിക്കൊരാളുണ്ട്, നോക്ക്, ആ ഒരാളുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഏത് വിഷയത്തിലും എന്നെ തള്ളത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. നോക്ക്, അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ. നോക്ക്, എന്നെ അതുപോലെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു കർത്താവ് ആ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒന്നും നടന്നേ ഒരിക്കലും ലജ്ജിക്കത്തില്ല. നോക്ക്, ഇവിടെ ഇവർക്ക് വെള്ളമില്ല. ഈ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടുന്ന ഒരു വഴി നോക്കണം, അല്ലേ? എങ്ങനെ നമുക്ക് വെള്ളം കിട്ടാൻ പറ്റും, വെള്ളം എങ്ങനെ കണ്ടെത്താൻ പറ്റും? അങ്ങനെ ഇവര് ഉടനെ അങ്ങനെയല്ല. കോൾ ദ പ്രോഫറ്റ്. ഇതിൻ്റെ അത് പ്രവാചകനുണ്ടോ? ഞാനൊരു കാര്യം പറയാം, സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. നമ്മൾ ലോകപ്രകാരം ഒത്തിരി കാര്യം, ചിലർ പറയും എല്ലാത്തിനും ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന നടക്കും. ചെയ്തു നോക്കിക്കേ. അത് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് സംശയം വരുന്നത്. ചെയ്തു നോക്കിയേ. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വെൻ യു ആർ കണക്റ്റഡ് വിത്ത് ദ മോസ്റ്റ് ഹൈ, ആ കർത്താവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള അസാധ്യങ്ങൾ മാറിപ്പോകാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ വേസ് എൻ്റെ കർത്താവ് തുറക്കാൻ തുടങ്ങും. കണക്ട് വിത്ത് ഹിം. ആ കർത്താവുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ നോക്ക്, ഇവർക്ക് വേണമെങ്കിൽ നോക്ക്, കുറെ പട്ടാളക്കാരെ വിടാം, അല്ലേ? കുറെ പടയാളികളെ വിടാം. എവിടെയെങ്കിലും പോയി, എവിടെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് എവിടെയാ വെള്ളമുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തി പോയി വെള്ളം കൊണ്ടുപോവാ വേഗത്തിൽ എന്നൊക്കെ വേണമെങ്കിൽ കൽപ്പന പുറപ്പെടുവിക്കാം. പക്ഷേ അവിടെ ഉടനെ പറയാം, പാസ്റ്ററെ വിളിക്കുക, അവിടെ പറയാം, പ്രവാചകനെ വിളിക്കുക, അവിടെ പറയുകയാണ്, ദൈവദാസനെ വിളിക്കുക. നിങ്ങളൊരു നമ്മുടെ ഇടയിൽ ദൈവദാസന്മാർ വല്ലതും ഉണ്ടോ? നമ്മുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്നവർ വല്ലതും ഉണ്ടോ? നമ്മുടെ ഇടയിൽ കർത്താവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ വല്ലവരുമുണ്ടോ? എന്ത് അവിടെ വിളിക്കുക. ആർ യു സീക്കിംഗ് ഗോഡ്? നിങ്ങളുടെ സാഹചര്യത്തിന്റെ അകത്ത് നിങ്ങൾ കർത്താവിനെയാണോ സീക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ പറയുകയാണ്, ഇവിടെ പറയും, കോൾ ദ പ്രോഫിറ്റ്. 11 വാക്യം ഒന്ന് വായിക്കാം. 11 എന്നാൽ യഹോവാശഫത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ശഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഒരാളുണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു പാർട്ടി ഇവിടെ ഉണ്ട്. മതി. ഒരു സ്തോത്രം പറയുന്ന ഒരാളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം പറയുന്ന ഒരാളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടോ? നിങ്ങളുടെ ചുറ്റും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പ്ലീസ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റം പറയും. ഇത് മതി. ഈ കൈക്ക് വെള്ളം ഒഴിച്ചോ? ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചൊരു പാർട്ടി നമ്മുടെ ഇടയിലുണ്ട്. അത് മതി. ആ പാർട്ടിയേക്ക് വിളിച്ചോ. നോക്ക്, ഞാൻ പറയട്ടെ, ദൈവരാജ്യ കർത്താവുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന നിങ്ങൾ അങ്ങനെയുള്ളവരോട് ചേർന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ഞങ്ങളെ വഴി നടത്തിയ ദൈവദാസന്മാരോട് ഒട്ടിപ്പിടിച്ച് ചേർന്നാണ് ഞങ്ങൾ നടന്നത്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വന്നില്ല. പല പ്രതിസന്ധികൾ വന്നു, പല വിഷയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവിടെയൊക്കെ നടത്തുന്നവരുടെ പ്രാർത്ഥന വലിയൊരു കോട്ടയായിരുന്നു. ചേർന്ന് ഒന്നും പേടിക്കേണ്ട. അവർ പറയുന്ന ഒരു ധൈര്യമായിട്ടിരിക്കും, ബ്രദറെ, ഈ വിഷയത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ഇതിൻ്റെ അകത്ത് കർത്താവിന് ചില വഴിയുണ്ട്. ഇതിൻ്റെ അകത്ത് കർത്താവ് ഒരുക്കും. ഇതിൻ്റെ അകത്ത് അത്ഭുതം നടക്കും. ഇതിൻ്റെ അകത്ത് വഴി. ഞാൻ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ ഇറ്റ് വാസ് എ പ്രോഫസി. ഇവിടെ പറയുക, നമ്മുടെ ഇടയിൽ പ്രവാചകന്മാർ വല്ലതും ഉണ്ടെങ്കിൽ, ഇവിടെ പറയുകയാണ്, പ്രവാചകന്മാർ വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കുക. നോക്ക്, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോ ദിവസവും നമ്മൾ മെസ്സേജ് രാവിലെ ടുഗദർ വിത്ത് ജീസസ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു ദൈവവചനമൊക്കെ നമ്മൾ സംസാരിക്കാനിടയാവും. എന്നാൽ വി ആർ ടോക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്. എന്നാൽ അതിൻ്റെ അകത്ത് ചില ഹിഡൻ പ്രോഫസികൾ ഇരിപ്പുണ്ട്. എന്നാൽ ചിലർക്ക് ഇതൊരു മെസ്സേജ് ആയിട്ടായിരിക്കും കേൾക്കുന്നത്. എന്നാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യുന്നത് ഒരു പ്രവചനമായിട്ടായിരിക്കും, ഒരു പ്രോഫസി ആയിട്ടായിരിക്കും ചിലർ റിസീവ് ചെയ്യുന്നത്. എങ്ങനെ
എങ്ങനെ അറിയാമെന്നറിയാം പ്രോഫസിയാണ്. ചില വിളിച്ചിട്ട് പറയും, ബ്രദറെ ഇന്ന് ബ്രദർ എന്നോടാ സംസാരിച്ചത്, ഇന്ന് എനിക്ക് എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ നിങ്ങളോടാ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ പ്രൊഫസി ഫോർ യു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ന് ഞാൻ എത്രയോ പ്രാവശ്യം എന്നെ വഴി നടത്തുന്ന ദൈവദാസന്മാരോട് പോയി, ഇന്ന് അവിടെ സോൻ എന്നോടാ സംസാരിച്ചത് കേട്ടോ, ഇന്ന് ആ പറഞ്ഞ കാര്യം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ കേൾക്കുന്ന ദൈവവചനം ഒരു പ്രവചനമായി മാറിയിട്ടുണ്ട്, ഇതൊരു കറക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. പ്ലീസ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവവചനമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് സ്റ്റെപ്പ് വെക്കാൻ എനിക്ക് ധൈര്യവും ഉറപ്പും തരുന്ന ദൈവവചനമായി. ദൈവവചനം ഈ ദൈവത്തിൻ്റെ വിസ്ഡം എന്ന് പറയുന്ന ഹിസ് വിസ്ഡം ഇങ്ങനെ പറയും, മാനിഫോൾഡ് വിസ്ഡം. അതിന് പല തലങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് അനേക തലങ്ങളുണ്ട്, അനേക വാതിലുകൾ. ഒരു പറയുന്ന ഒരു വാക്ക് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്ന, ഉറപ്പോടെ ഇരിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. അത് ഒരു വ്യക്തി ഒരു റിസീവിങ് എൻഡിൽ അത് വന്ന് വീഴുന്നത് പോലെയാണ്. നമ്മുടെ നെറ്റ് എന്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഒരു മിസൈൽ വിടാൻ പോലും നമ്മുടെ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം അത് ഉപയോഗിക്കുന്ന മാനിഫോൾഡ് വേസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ ഈ ലോകത്തിൽ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് അങ്ങനെ വേസ് ഉണ്ടെങ്കിൽ ദൈവം ആകാശവും ഭൂമിയും മഹത്വം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ദൈവം, ഹു കൺട്രോൾസ് ദ യൂണിവേഴ്സ്. നോക്ക്, ഈ മുഴുവൻ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന, ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഭൂമിയെയും, നമ്മൾ കാണാത്ത, നമ്മളെ ഇരിക്കുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സികൾ, ഇതുപോലെ കോടാനുകോടി ഗാലക്സികളെ തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനാണ് ദൈവം. നോക്ക്, അവർ ഗോഡ് ഈസ് എ ബിഗ് ഗോഡ്. നമ്മുടെ കർത്താവ് ഒരു വലിയ കർത്താവാണ്. ഹി കൺട്രോൾസ് എവരിത്തിങ്. ഇത് എല്ലാം തൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എല്ലാം തൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ആൻഡ് നോക്ക്, ആൻഡ് വി ആർ ഹിസ് ചിൽഡ്രൻ. നമ്മൾ അവൻ്റെ മക്കളാണ്. ദൈവമക്കളെ, ആ ബോധ്യത്തിലും ആ ഉറപ്പിലും ആ ധൈര്യത്തിലും ഒന്ന് നടന്നേ. ഇവിടെ നോക്ക്, യെഹോശാഫാത്ത് രാജാവ്, ഹി ഈസ് സീക്കിംഗ് എ പ്രോഫറ്റ്. ഇവിടെ ഒരു പ്രവാചകനുണ്ടോ? ഇവിടെ നോക്ക്, ഇവിടെ ദൈവത്തിന് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമ്മൾ യുദ്ധത്തിന് പോയി, നമ്മൾ മാവോബിയനുമായിട്ട് യുദ്ധത്തിന് പോവുക. ആൻഡ് വി ആർ ലാക്കിംഗ് വാട്ട് ഗോഡ് വാണ്ട്സ് ടു സീ. നമ്മളാണെങ്കിൽ എവിടെയൊക്കെ വെള്ളം കിട്ടുന്നത്, എവിടുന്നാ വെള്ളം മേടിക്കേണ്ടത്, നമ്മൾ ആ വഴി നോക്കുമ്പം നോക്ക്, ഇവിടെ വേറൊരു വഴി നോക്കുകയാണ്. നോക്ക്, ഇവിടെ പ്രാർത്ഥിക്കുന്ന, ഇവിടെ ഒരു ഈ വിഷയത്തിൽ ദൈവത്തിന് എന്നാ പറയാനുള്ളത്? ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവത്തിന് എന്നാ പറയാം? ഞാൻ പറയട്ടെ, ഈ ദൈവവചനത്തിന് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആശ്രയിക്കുന്ന കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല, തുറക്കാൻ മേലാത്ത വഴികളില്ല. ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് നോക്ക് എൻ്റെ കർത്താവിനെ കൊണ്ടുവന്ന് ഇവിടെ നോക്ക്. അത് ഇന്ന് ഞാൻ ആരോടോ പറയുകയാണ്, ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ കർത്താവിൻ്റെ അനുകൂലത വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ഐ എം സ്പീക്കിംഗ് ടു യു പ്രോഫറ്റിക്കലി. നിങ്ങളെ പ്രവചനാത്മാവിൽ ഞാൻ സംസാരിക്കുകയാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ അസാധാരണമായ ചില വഴികൾ എൻ്റെ കർത്താവ് തുറക്കുകയാണ്. നിങ്ങൾ ലജ്ജിക്കത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങൾ പറയും ഈ ദിവസങ്ങളിൽ ഇറ്റ് ബിക്കെയിം ഹാർഡർ, ഇനി ഒരു ദിവസം പോലും പോകത്തില്ല. ഇവിടെ സിമിലർ സിറ്റുവേഷനാണ്. ഇനി വെള്ളമില്ല, ഇനി ഒരു ദിവസം കൂടെ ഇത്ര വലിയൊരു ജനക്കൂട്ടമാണ്, ഇനി പോകാൻ സാധിക്കത്തില്ല. നോ, ദ ലോർഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ. അവിടെ ഓപ്പൺ ചെയ്യുക. അവിടെ നോക്ക്, വേൾഡ്ലി വേസ് അല്ല സീക്ക് ചെയ്യേണ്ടത്, ഗോഡ്ലി വേസ് സീക്ക് ചെയ്തേ. അവിടെ ദൈവികമായ വഴികൾ. ഇവിടെ പ്രോഫറ്റിനെയാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു പ്രവാചകനെ വിളിക്കാൻ. എന്താണ് അന്ന് ദൈവം സംസാരിക്കുന്നത് പ്രവാചകന്മാരിലൂടെ അല്ലേ? ദൈവശബ്ദം മുഴങ്ങിക്കേൾക്കുന്ന പ്രവാചകന്മാരിൽ. എന്നാൽ ഇന്ന് മാറി കേട്ടോ, ഇന്ന് പരിശുദ്ധാത്മാവിലൂടെയാണ് സംസാരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് എവിടെയാ? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുകയാണ്. അവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇന്ന് കർത്താവ് അത് ഓരോരുത്തരുടെ അകത്ത് എൻ്റെ കർത്താവ് ഒരു ഇംപ്ലാന്റ് പോലെ കർത്താവ് തന്നിരിക്കുക. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ. വല്ലപ്പോഴും പഴയ നിയമത്തിൽ മുഴുവൻ നോക്കിയാൽ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തിന മഹത്വം ഒക്കെ ഇറങ്ങുന്നത് അതാത് സമയങ്ങളിലാണ് ഇറങ്ങുന്നത്. യാഗപീഠത്തിൽ പുരോഹിതൻ യാഗം അർപ്പിക്കുമ്പോൾ അവിടെ ഇറങ്ങുന്ന ഒരു ദൈവമഹത്വമുണ്ട്. അവിടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ഒരു മഹത്വം അവിടെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇത് ഇങ്ങനെയല്ല. നമ്മൾ നടക്കുന്നത് തന്നെ ദൈവത്തിന്റെ ശക്തിനയ്ക്ക് അകത്താണ്. പരിശുദ്ധാത്മാവിനാൽ ആവരണപ്പെട്ട് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിൽ വസിച്ച്, ഡോണ്ട് യു നോ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന ദൈവവചനം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ?
പണ്ട് വല്ലപ്പോഴും ഇറങ്ങുന്ന പണ്ടൊരു പ്രോഫറ്റ് അവിടെ വേണം. ഇന്ന് നോക്ക്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാക്കി കർത്താവ് മാറ്റിയിരിക്കുക. നിങ്ങളുടെ അകത്ത് ബെസ്റ്റ് പ്രോഫറ്റ്. നിങ്ങളൊരു പ്രോഫറ്റിനെ തപ്പി പോകണ്ട. നിങ്ങൾ തന്നെ ഏറ്റവും വലിയ പ്രോഫറ്റാണ്. നിങ്ങളുടെ അകത്ത് റിയൽ പ്രോഫറ്റ് ഇരിപ്പുണ്ട്. നോക്ക്, പ്രവചനാത്മാവിൽ ശക്തനായ ഏറ്റവും വലിയ പ്രോഫറ്റ് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. തന്റെ പ്രോഫസി താൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞോ അതെല്ലാം മുഴുവൻ നിവർത്തിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനിയും നിവർത്തിക്കപ്പെടാനുള്ള ഒറ്റ ഇതാണ്, ഞാൻ പോയ പോലെ ഞാൻ വേഗം മടങ്ങി വരുമെന്ന് പറഞ്ഞ് താൻ മരിക്കും, കുന്നുകളെയും ഉയർത്തെഴുന്നേൽക്കും, ഈ പറഞ്ഞതെല്ലാം താൻ നിവർത്തി തന്റെ വാക്കിൽ ശക്തനായ പ്രവാചകനായിരുന്നു. താൻ എന്ത് വിളിച്ചു പറഞ്ഞാലും ദാറ്റ് ബിക്കംസ് ദ റൂൾ. അങ്ങനെ വാക്കിൽ ശക്തനായ പ്രവാചകനായിരുന്നു യേശു. ഇവിടെ നോക്ക്, ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക എങ്കിലും ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നോക്ക്, ഇവിടെ അവര് ദേ ആർ സീക്കിംഗ് ദ പ്രോഫറ്റ്. എന്നിട്ട് അവിടെ താഴോട്ട് അവിടെ എഴുതുമ്പോൾ 14 വാക്യം വായിക്കും. 14 വാക്യം. അതിനെ എലീശ, ഞാൻ സേവിച്ചു. എലീശായെ വിളിക്കുകയാണ്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീശ എന്ന പ്രവാചകനെ അവിടെ വിളിക്കുകയാണ്. നോക്ക്, അതിനെ എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോസാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുക കടാക്ഷിക്കുകയോ ഇല്ല. നോക്ക്, അവിടെ ദൈവത്തിന് ആരോട് ഫേവറാണ്? നോക്ക, പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട്, ദൈവത്തെ അന്വേഷിക്കുന്നവരോട് ദൈവത്തിന് ഫേവറാണ്. നോക്ക്, യഹൂദ രാജാവായ യഹോസാഫാത്തിന്റെ മകൻ എനിക്ക് ആദരിക്കാതിരിക്കാൻ പറ്റത്തില്ല. നോക്ക്, പറ്റത്തില്ല, എനിക്ക് ആദരിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നോക്ക്, എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യാനാണ് പറയുന്നത്? 15 വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ വിളിക്കുക. ഞാനാണെങ്കിൽ പറഞ്ഞ നോക്ക്, ഈ കിണറിനൊക്കെ സ്ഥാനം കാണുന്ന പാർട്ടികൾ വല്ലതും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അവരെ വിളിക്കുക. വെള്ളമല്ലേ വേണ്ടി? അപ്പൊ എവിടുന്നാ വരുന്നത്? ഇത് ഭൂമിക്കടിയിലാ വെള്ളം. ഭൂമിക്കടിയിൽ എവിടെയാ വെള്ളം? അതിന് ഈ കിണറിനൊക്കെ സ്ഥാനം കാണുന്ന വല്ലവരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നാ അവരെ ഒന്ന് വിളിച്ച് നോക്കിക്കേ എന്നാണ് ലോകപ്രകാരം. നോക്ക്, ഇവിടെ പ്രവാചകൻ പറയുന്നത് വീണക്കാർ. ഇവിടെ ഓർഗൻ വായിക്കുന്ന വല്ലവരും ഉണ്ടോ? ഇവിടെ ഡ്രംസ് അടിക്കുന്ന വല്ലവരും ഉണ്ടോ? ഇവിടെ ഗിറ്റാർ വായിക്കാൻ അറിയുന്ന വല്ലവരും ഉണ്ടോ? ഇവിടെ സ്തോത്രം ചെയ്യാൻ പറയുന്ന വല്ലവരും ഉണ്ടോ? ഇവിടെ പ്രാർത്ഥിക്കുന്ന വല്ലവരും ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ വിളിച്ച് ഇന്ന് കടന്നു പോകുന്ന ആ വിഷയത്തിൻ്റെ അകത്ത് ദൈവമക്കളെ, അതിൻ്റെ അത്ഭുതവും അതിൻ്റെ വിടുതലും നിങ്ങളുടെ അകത്താ കർത്താവ് വെച്ചിരിക്കുന്നത്. നോക്ക്, ആ പാട്ടുകാരെ അവിടെ പറയാ, പാട്ടുകാരെ വിളിക്കുക, സ്തോത്രം ചെയ്യുന്നവരെ വിളിക്കുക, ആരാധിക്കുന്നവരെ വിളിക്കുക, നമ്മളാണ് പറയാം സ്ഥാനം കാണുന്നവരെ വിളിക്കുക. ഈ കിണറിന് ഇവിടെ ഒരു നല്ല വെള്ളമുണ്ടോ എന്ന് സ്ഥാനം കാണാൻ പറ. അതറിയാവുന്ന, അതിനെക്കുറിച്ച് നമ്മൾ ഈ സ്ഥാനം കാണുന്നവരൊക്കെ ഇല്ല, ഏതാണ്ടൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കമ്പ് വളഞ്ഞു വരുമെന്നോ ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്ഥാനം കാണുന്നവരുണ്ട്, വെള്ളമുണ്ട് എന്ന്. ഈ സ്ഥാനം കാണുന്നവർക്കും തെറ്റാ കേട്ടോ. എന്നാൽ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് ഒരിക്കലും തെറ്റത്തില്ല. സ്ഥാനം കാണുന്നവർക്കും ചിലപ്പം ആ സ്ഥാനം ഒക്കെ മാറിപ്പോയെന്നിരിക്കും. നോക്ക്, സ്ഥാനം കാണുന്നവർക്ക് തെറ്റിയാലും നോക്ക്, യേശു നിങ്ങളുടെ മുഖ്യ സ്ഥാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് അത്ഭുതമാകാൻ തുടങ്ങും. ഞാൻ ഈ സ്ഥാനം കാണുന്നത് തെറ്റുന്ന കാര്യം പണ്ട് നടന്ന ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് വരിക. ഞങ്ങൾ റാന്നി ഷാജി ബ്രദർ, ഇന്ന് ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, ടെസ്റ്റ് മണി, റാന്നി ഷാജി ബ്രദർ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ ഷാജി ബ്രദർ, ഞങ്ങൾ രണ്ടുപേരൂടെ എറണാകുളത്തിന് പോകാൻ ഇറങ്ങാൻ. അപ്പം റാന്നി ഷാജി ബ്രദറിനെ കൂട്ടണം. അപ്പം ഞങ്ങൾ റാന്നി ഷാജി ബ്രദറിനെ വിളിക്കാൻ വേണ്ടി പുള്ളി വീട് പണിയുന്ന സ്ഥലത്താണ്. അവിടെ ചെല്ലുമ്പം ഷാജി ബ്രദർ കിണർ ഒഴിച്ചുകൊണ്ടിരിക്കുക. ആ പുതിയ വീട് പണി നടക്കുന്നു, അവിടെ കിണർ ഒഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിൽക്കുക. അവിടുന്ന് അപ്പം പറഞ്ഞു, ഷാജി ബ്രദർ പറഞ്ഞു, സൗര ഒന്ന് പ്രാർത്ഥിച്ച ഈ കിണറ്റിൽ ഇതുവരെ എനിക്കൊരു അബദ്ധം പറ്റി. നോക്ക്, സ്ഥാനം കാണുന്ന ആൾ വന്ന് പറഞ്ഞിട്ട് കിണർ കുഴിക്കാൻ പറഞ്ഞത് വേറൊരു സ്ഥലത്താണ്. പക്ഷേ അതൊരു കൺവീനിയൻറ്റ് പ്ലേസ് അല്ല കിണറിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടി കയറി ആ വഴിയാണ് വണ്ടി കയറി ഈ വീട്ടിലോട്ട് വരേണ്ടത്. അവർ പറയുന്ന അവിടെ ഈ പറമ്പിൽ എന്തുള്ളൂ, അവിടെ ഈ പറമ്പിൽ വെള്ളമുള്ളൂ. നോക്ക്, അവിടെ കുഴിക്കാൻ പക്ഷേ ഷാജിബ്ര നോക്കിയപ്പോൾ ഒരു കൺവീനിയൻറ്റ് പ്ലേസ് ഇച്ചിലൂടെ മാറി, ശകലം കൂടെ മാറി, അവിടെ നിന്ന് ഒരു 10, 15, 20 മീറ്റർ മാറി ഒരു സ്ഥലത്ത് ഈ കിണർ കുഴിക്കുകയാണ്. അപ്പോൾ കുഴിച്ചിട്ടും അവർ പറയാം ഇവിടെ പാറയാ, ഇവിടെ കുഴിക്കുന്നവർ പറയാം ഇവിടെ പാറയാ, ഇനി ഇവിടെ വെള്ളം കിട്ടത്തില്ല. സഹോദര ഒന്ന് പ്രാർത്ഥിച്ച്. ഞാനുമുണ്ട്, നമ്മുടെ കോഴഞ്ചേരി ഷാജി ബ്രദറുണ്ട്. ഷാജി ബ്രദർ എന്ന് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാനൊരു കല്ല് അവിടെ കിടന്നൊരു കല്ലെടുത്തു.
ആ കല്ലെടുത്തിട്ട് ആ കിണറ്റിൻ്റെ അകത്തോട്ട് ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് പറഞ്ഞു, ഉറവക്കണ്ണി ഇവിടുന്ന് പൊട്ടി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. നിങ്ങൾക്കറിയാം അത്ഭുതം എന്നായിരുന്നെന്നറിയാമോ? ഞങ്ങൾ ചേർത്തല ചെന്നപ്പോൾ കൃത്യം ഞാൻ ഇന്ന് പോലെ ഓർക്കുകയാണ്. അന്ന് പറഞ്ഞത്തെ കാര്യം അതുപോലെ തന്നെ ഇന്ന് ഓർക്കുക. ഞങ്ങൾ ചേർത്തല ആയപ്പം വീട്ടിൽ നിന്ന് ഫോൺ വന്നു. നോക്കിക്കേ, ഇഷ്ടം പോലെ വെള്ളം അടിയിൽ നിന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിനും സൊല്യൂഷൻ കർത്താവിലാകട്ടോ, യേശു ക്രിസ്തുവില വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലാണ്. നോക്ക്, മണ്ടത്തനായിരിക്കും കാണിച്ച് നോക്ക്. സ്ഥാനക്കാരൻ പറഞ്ഞ അവിടെ വെള്ളമുള്ളൂ, ആ സ്ഥലത്ത് സയന്റിഫിക്കലി ആയിരിക്കും പറയുന്നത്. ഇതൊക്കെ ഇതിനൊരു സയൻസ് ഉണ്ട് കേട്ടോ, വെറുതെ അല്ല, സയന്റിഫിക്കലി ആയിരിക്കും. നോക്ക്, സയൻസ് ചിലപ്പോൾ തെറ്റിയാലും നമ്മുടെ ചെയ്യുന്നത് മണ്ടത്തരമായാലും ആ മണ്ടത്തരത്തിൻ്റെ അകത്ത് എൻ്റെ കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ദൈവത്തിന് ചില വാതിൽ തുറക്കാൻ പറ്റും. ഇഫ് ഗോഡ് ഓപ്പൺസ് എ ഡോർ, നോ മാൻ ക്യാൻ ക്ലോസ് ഇറ്റ്. നോക്ക്, ഇന്ന് വെള്ളമില്ലാതെ ഇത് വെള്ളത്തെക്കുറിച്ച് ഇന്നൊരു പ്രോഫസിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നെങ്കിലും വെള്ളമില്ലാത്ത നിങ്ങൾ വെള്ളമില്ലേ? ഞങ്ങൾക്കൊരു ടെസ്റ്റ് മണിയുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഞങ്ങൾ കോഴഞ്ചേരി താമസിക്കാൻ വന്നു. ഞങ്ങൾ കോഴഞ്ചേരി 2004 നമ്മൾ കുടുംബമായിട്ട് നമ്മൾ താമസിക്കാൻ വരുന്നത്. ഞാൻ 2000 കോഴഞ്ചേരിയിൽ ആദ്യമായിട്ട് വന്നത്. അവിടെ ബിസിനസ് തുടങ്ങുന്നത്. അന്നിപ്പോൾ ഞാൻ കോട്ടയത്ത് താമസിക്കും, ചില ദിവസങ്ങളിൽ ഗോഡൌണിൽ ഒരു മുറിയിൽ ഞാൻ താമസിക്കും. അങ്ങനെ എന്നാൽ ഷീനായി ഞങ്ങൾ ഫാമിലിയായിട്ട് കോഴഞ്ചേരി 2004 ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വീടൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് അവിടെ താമസിക്കാൻ വന്നു. അന്ന് ഷീനാഗ് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അയൽവക്കത്തുകാരും ഒക്കെ ആയിട്ട് ഷീന സംസാരിക്കുകയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള ഒരാൾ പറഞ്ഞു, അയ്യോ, നിങ്ങൾ ഈ വീടാണോ എടുത്തത്? ഇവിടെ വെള്ളം പറ്റും, ഇവിടെ കിണറ്റിൽ സ്ഥിരമായിട്ട് വെള്ളം പറ്റും. എല്ലാ വർഷവും ഇവിടെ കിണറ്റിൽ ഈ ടാങ്കറിൽ കൊണ്ടുവന്ന് വെള്ളം അടിക്കും. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ചെടികളുണ്ട്. നമ്മൾ കോട്ടയത്ത് നിന്ന് ലോഡ് കണക്കിന് ചെടികളാണ് കോട്ടയത്തെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഈ താമസ സ്ഥലത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു, അയ്യോ, ഇവർ പറഞ്ഞ പോലെ ഇവിടെ ആടുമാടും പശുവും ഇവരുടെ ആൾക്കാരും ഒക്കെ എങ്ങനെ വെള്ളം കിട്ടും? അപ്പം ഈ ചെടികളെല്ലാം നനയ്ക്കണം, ഞങ്ങൾക്ക് വെള്ളം വേണം. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വേനൊക്കെ സ്ഥിരമായിട്ട് ടാങ്കറിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീന വൈകിട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഏപ്രിലാണ് താമസിക്കാൻ വന്നത് അല്ലേ? മാർച്ച് ഏപ്രിലാണ് ആദ്യമാണ് താമസിക്കാൻ വന്നത്. നേരത്തേക്ക് എന്നോട് പറഞ്ഞു, ഇനിയും കുറച്ച് ദിവസം കൂടെ ഈ കിണറ്റിൽ വെള്ളം കാണത്തുള്ളൂ. ചെന്ന് നോക്കിയപ്പോ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുവരെ വെള്ളത്തിന്റെ കാര്യമൊന്നും ചിന്തിച്ചിട്ട് കിണറും നോക്കിയിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം അന്നേരം എന്നോട് പറഞ്ഞു, ഇത് വെള്ളം അടിക്കേണ്ടി വരും. അപ്പം ഞാൻ റീച്ചാൻ വന്നപ്പോൾ പറഞ്ഞു, റീച്ച ഇങ്ങനെ കേൾക്കുന്നു, നമ്മൾ എന്തോ ചെയ്യും? അപ്പം റീച്ചാൻ എന്നോട് പറഞ്ഞു, ഒരു കുപ്പി വെള്ളം ഇങ്ങനെ എടുത്തോണ്ട് പോവാം എന്ന് പറഞ്ഞു. അന്ന് ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വന്നു. ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ കിണറ്റിൽ ഒഴിച്ചിട്ട് ഒരു കാര്യം അന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, പറഞ്ഞ കാര്യം, ഈ വെള്ളം ഈ കിണറ്റിൽ പൊങ്ങിക്കിടന്നോ, ഈ വെള്ളം ഈ കിണറ്റിൽ. ഞങ്ങൾ നിങ്ങൾക്കറിയോ 10 വർഷം ആ വീട്ടിൽ താമസിച്ചു. ഒരിക്കൽ ഒരു ടാങ്കറിൽ പോലും അവിടെ വെള്ളം അടിച്ചിട്ടില്ല. ഞങ്ങൾ പോയി അവിടെ നോക്കിയിട്ടുമില്ല, ഈ വെള്ളം ഉണ്ടോ എന്ന് നോക്കി പറ്റിയോ. എല്ലാ ദിവസവും മോട്ടർ ഇടും. വരുന്ന പുള്ളിക്കാരി എന്നോട് പറയും, മോളെ കിണറ്റിൽ ചെന്ന് നോക്ക്, വേനലെല്ലാം കൂടി വെള്ളം ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ പറഞ്ഞു, നോക്കത്തില്ല. എന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് പറ്റിപ്പോവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഞങ്ങൾ നോക്കിയിട്ടുമില്ല 10 വർഷം. അത്ഭുതകരമായി ഒരു ബക്കറ്റ് വെള്ളത്തിന് പോലും ക്ഷാമം വരാതെ കർത്താവ് നടത്തി. ഇന്ന് അതേ അനുഭവത്തിൽ ഈ വേനൽക്കാലം വരുമ്പോൾ വെള്ളം വറ്റിപ്പോകുമോ, ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം കുറഞ്ഞു വരുന്നു എന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാം. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ഒരു കുപ്പി വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചാൽ കിണറ്റിക്കൊണ്ട് ഒഴിക്കുന്നേ. നമ്മുടെ ചേർച്ചിൽ തന്നെ, നമ്മുടെ ചേർച്ചിൽ ഒരു വലിയ, ഞാനിത് ഒരിക്കലും പറയാതിരുന്നാൽ ശരിയാകത്തില്ല, ഒരു വലിയ കുന്നിന്റെ മുകളിൽ നമ്മുടെ ഒരു സഹോദരി വീട് പണിയാണ്. നമുക്ക് ബ്രദറെ, എനിക്ക് വേറെ സ്ഥലമില്ല, എനിക്ക് കുന്നിൻ്റെ മേള് മാത്രം, ഇവിടെ മാത്രം എനിക്ക് എങ്ങനെ സ്ഥലം മേടിക്കുക, എനിക്ക് ചെറിയൊരു വീട് എനിക്ക് അവിടെ പണിയണം. തനിക്ക് വലിയൊരു ആഗ്രഹമാണ്, താനൊരു ആദ്യം ഒരു കിണർ കുഴിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ സഹോദരി ഒരു കുപ്പി വെള്ളവുമായിട്ട്, ബ്രദറെ ഈ വെള്ളമൊന്ന്, ഞാൻ ഈ ടെസ്റ്റിമണി എന്ന് പറഞ്ഞ ഒരിക്കലും വെള്ളം കിട്ടത്തില്ല. ഒരു വലിയ കുന്നിന്റെ മേള്, ഒരു വലിയ കുന്നിന്റെ മേള് ഒരു കുപ്പി വെള്ളവുമായിട്ട് ഈ ടെസ്റ്റിമണി എന്തോ ചർച്ച പറഞ്ഞ സമയത്തായിരിക്കും, ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു കുപ്പി വെള്ളമായിട്ട് ഈ സൗകര്യം വരുന്നത്, ബ്രദറെ ഇതൊന്ന് പ്രാർത്ഥിച്ചൊന്ന് തരണം. ഈ വെള്ളം ആ കിണറ്റ് അവിടെ നാളെ കിണർ കുഴിക്കാൻ പോവുക. നിങ്ങൾക്ക് അറിയാവോ, ആ കിണർ
കുഴിച്ചു. ആ കിണർ കുഴിച്ചെന്ന് പറഞ്ഞാൽ ആഴത്തിലല്ല കുഴിച്ചത്. ഒരു ചെറിയ കിണർ, ഒരു 10 അടി പോലും താഴ്ചയില്ലാത്തൊരു കിണർ, കൈയിട്ട് തൊട്ടിയിട്ട് മുക്കിയെടുക്കാവുന്ന പോലെ വെള്ളം ഒരു കുന്നിന്റെ മുകളിൽ. എൻ്റെ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈ കർത്താവിന് ഒന്നും അസാധ്യമാകത്തില്ല. അവന്റെ നാമത്തിന് ഒന്നും അസാധ്യമാകത്തില്ല. അവന് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ബിലീവ്. ജസ്റ്റ് ബിലീവ്. എത്ര ഹാർഡാണെങ്കിലും, എത്ര ഹാർഡ് സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അതിൻ്റെ അകത്ത് നോക്ക്, ഒരു ചെറിയ 10 അടി മാത്രം ആഴമുള്ള ഒരു കിണറ്റിൽ ഒരു കൈയിട്ട് ബക്കറ്റിട്ട് ഒരു കുന്നിന്റെ മേളിൽ. ക്യാൻ യു ബിലീവ്? എൻ്റെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നോക്ക്, ഹി ഈസ് ഇൻ കൺട്രോൾ. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമ്മുടെ ജീവിതം ഈ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം അല്ലേ, ദൈവം തന്ന ശ്വാസമാണ് ഇത്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇതിന്റെ അകത്ത് ദൈവത്തിന് പൂർണ്ണ അധികാരം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ നിങ്ങളെ ഇന്ന് ജീവനോടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് കർത്താവ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഹി വിൽ പ്രൊവൈഡ് എവരിത്തിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ കർത്താവ് പ്രൊവൈഡ്. ഇവിടെ നോക്ക്, ഇവിടെ പ്രവാചകന്മാരെ വിളിക്കും. ഇവിടെ പ്രവാചകനെ വിളിക്കുകയാണ്. ഇവിടെ പ്രവാചകനെ വിളിച്ചാൽ പ്രവാചകൻ പറയാം, ഇവിടെ പാട്ട് പാടുന്ന വല്ലവരും ഉണ്ടെങ്കിൽ, ഓർഗനുമായിട്ട് വല്ലവരും ഇരിപ്പുണ്ടെങ്കിൽ, ഇവിടെ ആരുടെ കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടെങ്കിൽ, നോക്ക്, വെള്ളം, ഇവിടെ സിറ്റുവേഷൻ വെള്ളം അവർക്ക് വേണ്ടിയത്. പാട്ട് പാടിയ അതിൽ ചിലർ അങ്ങനെ അതാ ചോദിക്കുക. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയാൽ ദൈവം എന്നെ മൂലെ കെട്ടി ഇറക്കുമോ? ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ദൈവം എന്നെ പൈസ എന്നെ മൂലെ കെട്ടി ഇറക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടുന്നവരെ വിളിച്ചാൽ വെള്ളം വരും? പാട്ട് പാടുന്നവരെ വിളിച്ചാൽ വെള്ളം വരുമോ? നോക്ക്, നിങ്ങളുടെ അവിടെ പാട്ട് പാടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം പറയുന്ന ഒരാളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഏത് അസാധ്യമായ സിറ്റുവേഷനെയും നിങ്ങൾക്ക് സാധ്യമാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ വഴികൾ വെളിപ്പെടാൻ തുടങ്ങും. ഇവിടെ നോക്ക്, 15-ാം വാക്യം വായിക്കാവോ? എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ, വീണക്കാരൻ വായിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞപ്പം, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, കർത്താവിന് നന്ദി പറഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, കർത്താവിന്റെ കൈ അവിടെ ഇറങ്ങി വന്നു. എന്നാലോടോ ഞാൻ പ്രവചനാത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൈ ഇറങ്ങി വരികയാണ്. ദ ഹാൻഡ് ഓഫ് ഗോഡ്. നോക്ക്, മനുഷ്യരാൽ അസാധ്യമായ വിഷയം, ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കൈ, you are going to see the hand of God. You are going to see the provisions of the God. You are going to see the ways of God. You are going to see a miracle right away. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. I want to hear your testimony. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പാട്ട് നിങ്ങളൊന്ന് സ്തോത്രം ചെയ്തോ. നോക്ക്, നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ I know the miracle hand of God will come down. ആർക്കൊക്കെയോ വേണ്ടി എൻ്റെ കർത്താവിന്റെ കാര്യം എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ചില വിസാകളൊക്കെ കർത്താവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. നാളുകളായി തടസ്സപ്പെട്ട് കിടന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അവിടെ ഒന്നും ആർക്കും എതിര് പറയാൻ മേലാത്തതുപോലെ, ആർക്കും തടഞ്ഞു വെക്കാൻ മേലാത്തതുപോലെ എൻ്റെ ദൈവം ചില വഴികൾ തുറക്കാൻ. കർത്താവിന്റെ കൈ, കർത്താവിന് ആരെയാണ് വിടുവിക്കാൻ മേലാത്തത്? കർത്താവിന് തൊടാൻ മേലാത്ത ഏത് വ്യക്തിയാണ് God will touch. എൻ്റെ കർത്താവ് തൊടും കേട്ടോ. ഏത് വിഷയത്തിന്റെ അകത്തും എൻ്റെ കർത്താവിന്റെ കൈ ഇറങ്ങി വരും. എക്സ്പെക്ട് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ഇന്നൊരു മെസ്സേജ് ആയിട്ട് കേൾക്കാതെ ഇതൊരു പ്രോഫസി ആയിട്ട് കേട്ടെ, ഇതൊരു പ്രവചനമായിട്ട്, ദൂതായിട്ട്. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഇന്ന് ബ്രദർ പറഞ്ഞ കാര്യം എന്നോട്, അതിന്റെ പേരാ പ്രോഫസി. അതിന്റെ പേരാണ് ഒരു റിസീവിങ്. നോക്ക്, എൻ്റെ കർത്താവിന്റെ ഡെലിവറി എൻ്റെ ഒരു പ്രോബ്ലവും ഇല്ല. He wants to deliver you. He wants to give you. He wants to open heavens for you. അവന് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുക. Are you ready to receive it? അത് എടുക്കാൻ റിസീവ്. അതോ പലതും ഭാരപ്പെട്ടും ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും ഒക്കെ അതാണോ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്? നോക്ക്, അതിനെയൊക്കെ ഒന്ന് എംറ്റി ചെയ്ത് കളഞ്ഞ്, എംറ്റി ഓൾ ദ ഹെവിനെസ് ഇൻ യുവർ ലൈഫ്. എല്ലാ ഭാരങ്ങളും എടുത്തൊന്ന് കളഞ്ഞ് ആൻഡ് റെഡി ടു റിസീവ് ഫ്രം ഗോഡ്. എൻ്റെ കർത്താവിന് തരാൻ ആഗ്രഹിക്കുകയാണ്. ഫിൽ യുവർ ഹാർട്ട് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കൊണ്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ നിങ്ങൾ നിറയ്ക്കാൻ തുടങ്ങിക്കേ. പറയുന്നത് വിശ്വാസത്തിന്റെ വാക്ക്
വാക്കുകൾ തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞ്. ഇവിടെ നോക്ക്, വീണക്കാരെ വിളിച്ചു, അവർ പാട്ട് പാടാൻ തുടങ്ങിയപ്പം അവിടെ കരമിറങ്ങി വന്നു, അവിടെ മഹത്വം ഇറങ്ങി വന്നു, അവിടെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി, അവിടെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. നോക്ക്, സ്വർഗം ഈ വർഷം കേട്ട ഒരു ദൂതും കൂടെ ഞാൻ ഓർക്കാണ്. സ്വർഗം ഭൂമിയെ തൊടുന്ന വർഷമായിരിക്കും. That I receive. It is the Kairos time of God. ദൈവത്തിന്റെ സമയം. ചില വിഷയം ആരോടോ ദൂത് പോലെ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ഈ വർഷം. It is that time. It is his time. നോക്ക്, പത്രോസ് മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. രാത്രിയിലാണ് അവിടെ മീൻ കിട്ടുന്നത്. നോക്കിക്കേ, എന്നാൽ യേശു പറഞ്ഞ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ദൈവത്തിന്റെ സമയം, അതിന്റെ പേരാ ദൈവത്തിന്റെ സമയം. അതിന്റെ പേരാണ് കെയ്റോസ് ടൈം. അതിന്റെ പേരാ ദൈവം. ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് നോക്കിക്കേ, ഈ വേനലിന് നിങ്ങളുടെ കിണർ നിറഞ്ഞു കാണും. ഈ വേനലിന് നിങ്ങൾക്ക് വെള്ളത്തിന് മുട്ട് വരത്തില്ല. ഈ വേനലിന് അവർ പറയും, സമ്മറാണോ ആകാശം വാതിൽ തുറക്കും, സമ്മറാണോ അത്ഭുതം നടക്കും. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. കാസ്റ്റ് ഇറ്റ് ഓൺ ജീസസ്. തരാൻ കഴിവുള്ള ഒരാള്, അത് ആരാധനയ്ക്ക് യോഗ്യനായ ആ കർത്താവിനെ ആരാധിച്ചപ്പോൾ അവിടെ അത്ഭുതം നടക്കുകയാണ്. അതിലെ 16, 17, 18 വാക്യങ്ങൾ നിങ്ങൾക്കുള്ള വാക്യങ്ങളാണ്. നോക്ക്, ഇതൊരു വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ പ്ലീസ്, നിങ്ങളുടെ വീടിനെ കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭൗതിക രംഗത്തെ നിറയ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ എൻ്റെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളെ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ബാക്ക്വേർഡ്, എവിടെയാണോ ഇഷ്യൂസ് മൾട്ടിപ്ലൈ, ഇവിടെ യുദ്ധത്തിന് പോവുകയാണ്. ബട്ട് ദേ ആർ ഫേസിങ് എ ഡിഫറെന്റ് ഇഷ്യൂ. അതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, എന്നാൽ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ ദ ലോർഡ് ഇസ് ഇൻ ദ ബാറ്റിൽ. എന്റെ ഈ യുദ്ധം നിങ്ങളുടെ അല്ല, ഈ യുദ്ധം ദൈവത്തിന്റെ. യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം കർത്താവിന്റെയാണ്. ഡോണ്ട് ഫൈറ്റ് ദ ബാറ്റിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ യുദ്ധം നിങ്ങൾ ചെയ്യരുത്, അത് ദൈവം ചെയ്തോളും. പ്ലീസ്, ആ കർത്താവിന്റെ കയ്യിലോട്ട് ആ യുദ്ധം അങ്ങ് കൊടുത്തേ. ഇവിടെ അവര് പാട്ടുപാടി, ഇവര് സ്തോത്രം പറഞ്ഞു, ഇവര് വീണ വായിച്ചു, അത് കർത്താവിന്റെ കയ്യിലോട്ട്. ഇവർക്ക് വെള്ളമായില്ലാത്ത നോക്ക്, നല്ല സ്ഥാനക്കാരനായി യേശു. ചിലരൊക്കെ പറയും സ്ഥാനം നോക്കി. തോമസുട്ടർ പറയാതിരിക്കാൻ പറ്റത്തില്ല. തോമസുട്ടർ പറയും, ഞങ്ങളുടെ വീട് ശാപം നിറഞ്ഞ വീടായിരുന്നു. അപ്പോൾ ആരെയൊക്കെയോ ഈ നോട്ടക്കാരെയൊക്കെ വിളിച്ചപ്പോഴത്തേക്ക്, യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലങ്ങളില്ല, നോട്ടക്കാരെയൊക്കെ തൻ്റെ പിതാവിൻ്റെ കാലത്ത് നോട്ടക്കാരെയൊക്കെ വിളിച്ച അവരെല്ലാം പ്രശ്നം വെച്ച് നോക്കിയാൽ പറഞ്ഞു, ഈ വീടിരിക്കുന്ന സ്ഥാനം ശരിയല്ല, എന്നാൽ വേറൊരു നല്ലൊരു സ്ഥാനമുണ്ട് ഈ റോഡിന്റെ എതിർവശത്ത് മുകളിൽ. ആ സ്ഥലത്ത് നിങ്ങൾ പോയി അവിടെ വീട് വെച്ചോ. ആ പ്രോപ്പർട്ടി എല്ലാം അവരുടെയാണ്, അതുകൊണ്ട് അവിടെ പോയി വീട് വെച്ചോ, അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥാനം. അവിടെയെല്ലാം വീട് വെച്ചു, മനോഹരമായ വീട് വെച്ചു. തോമസുട്ടർ ഞങ്ങള് ഈ താഴത്തെ വീട്ടിൽ നിന്ന് വഴി ക്രോസ് ചെയ്ത് മേളത്തെ വീട്ടിലോട്ട് കയറി താമസിക്കുന്നതിന് മുമ്പേ പിശാച് ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുന്നതാണ്. മേളത്തെ വീട്ടിൽ വെച്ച് തന്നെ ഫാദറിന്റെ മറ്റ് 2 സഹോദരന്മാരുടെയും കൂടെ ശവപ്പെട്ടി ആ വീട്ടിൽ വെച്ചു. ആ വീട്ടിൽ തൻ്റെ ഒരു പെങ്ങളെ മാനസിക രോഗിയായി, ആ വീട്ടിൽ ഒരു പെങ്ങൾ കിഡ്നി തകരാറായിട്ട് മരിച്ചു. തൻ്റെ മാതാവ് ഇത് മൂലം മെന്റൽ ഡിപ്രഷൻ വന്നു. തൻ്റെ ഗ്രാൻഡ് ഫാദർ ആ വീട്ടിൽ തളർന്നു കിടന്നു. അനേക ബിസിനസ്സുകൾ ആ വീട്ടിൽ പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞത് സ്ഥാനമല്ല ശരിയാകണ്ടേ, നമ്മുടെ സ്ഥാനം ശരിയാകണ്ടേ. നമ്മുടെ സ്ഥാനം ശരിയായാൽ നോക്ക്, ഒന്നിനും പിന്നെ കുറവ് വരത്തില്ല. തോമസുട്ടുകാർ പറഞ്ഞു, ആ വീട്ടിൽ തോമസുട്ടുകാർ യേശുവിന് വേണ്ടി ഇറങ്ങി ആ വീട്ടിൽ നോക്ക് ഒരു സാക്ഷിയായി തോമസുട്ടുകാർ നിന്നു. ആ മകനിലൂടെ കർത്താവ് ഇന്ന് നോക്ക് ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ബാംഗ്ലൂരിലിരുന്ന് സംസാരിക്കുന്ന കർത്താവദാസൻ ഇപ്പോൾ ഫ്ലൈറ്റിലിരിക്കുക. ഹീസ് ഓൺ ദ വേ ടു ബാംഗ്ലൂർ. ഹെന്നൂരിൽ ഇന്ന് വൈകിട്ട് മുതൽ ആ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ശനിയാഴ്ച ഇന്നും നാളെയും ഹെന്നൂരിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, വിടുതൽ ശുശ്രൂഷകളുണ്ട്. കർത്താവിന്റെ കൂടെ ചേർന്നിരിക്കാൻ കർത്താവ് പറഞ്ഞു, വി ആർ സിറ്റിംഗ് ടുഗദർ, വി ആർ എക്സ്പെക്ടിങ് മൈറ്റി തിങ്സ് ഫ്രം ലോർഡ്. കർത്താവ് എന്തോ ചെയ്യും ഈ വർഷം. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം എൻ്റെ കർത്താവ് ദൈവവചനത്തിൽ ആ കേട്ട ദൂത് പോലെ സാന്നിധ്യം കൂടെ നടക്കുന്ന വർഷമായിരിക്കും. ആൻഡ് യു ഷുഡ് ക്യാരി ഇറ്റ്. അത് സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ മുറി അടച്ചിരുന്നിട്ട് കാര്യമില്ല. പ്ലീസ് നോക്ക്, ഇത് നമ്മുടെ ഈ വർഷത്തെ 2ാമത്തെ
മിഷൻ ട്രിപ്പാണ്. ഞങ്ങൾ വി വെന്റ് ടു ഹൈദരാബാദ്, നൗ വി ആർ ഇൻ ബാംഗ്ലൂർ. നോക്ക്, കർത്താവ് സാന്നിധ്യം കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ വി വിൽ ക്യാരി ഹിസ് പ്രസൻസ്. ലോകത്തിന്റെ അറ്റത്തോളം വി വിൽ ക്യാരി ഹിസ് പ്രസൻസ്. തീരുമാനമെടുത്തേ. ചിലരെയൊക്കെ വിടുവിക്കാനാണെന്ന്, ചില തകർന്ന വീടുകളെയൊക്കെ തൊടാനാണ് കർത്താവ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങളെ ഹെവൻലി വിസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങളുടെ ഹെവൻലി വിസ്റ്റിന്റെ ഓൺലൈനിൽ എവിടെയെങ്കിലും ചെന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും. ഹെന്നൂരിൽ അതിന്റെ എവിടെയാണ് മീറ്റിംഗ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ കിട്ടും. കം, നിങ്ങൾ ബാംഗ്ലൂരിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. ശനിയാഴ്ച ദിവസം ഞങ്ങൾ മൈസൂരിലുണ്ട്. കം ടു മൈസൂർ. നിങ്ങൾ മൈസൂരിൽ എവിടെയാണെങ്കിലും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഈ ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കോട്ടയത്തു നിന്ന് ഒരു ടീം തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് കാലിക്കറ്റിലുണ്ട്, കോഴിക്കോടുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലുണ്ട്. ഗോ, ഹെവൻലി വിസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ഗോ ആൻഡ് സീ, ഫൈൻ. എന്നിട്ട് വന്നേ, കർത്താവിന്റെ കൂടെ ഒന്ന് ഇരുന്നേ, ആൻഡ് ഹി വിൽ ഫിൽ യു. ഇവിടെ 16-ാം വാക്യം, 16, 17, 18 ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീഴും. ഇവിടെ പറയുകയാണ് ഈ താഴ്വരയിൽ, ഈ മരുഭൂമി കുഴിവെട്ട. നോക്ക്, നമ്മുടെ ഈ ചില വാക്കുകളൊക്കെ ആൾക്കാർക്ക് മണ്ടത്തരമെന്ന് തോന്നും. ഇവിടെ കുഴി വെട്ടാൻ, ഇവിടെ കുഴി വെച്ചിട്ട, ഇവിടെ കുഴി കുഴിച്ച വെള്ളം ഇടുന്ന ഈ കുഴി കുഴിക്കുക. നിങ്ങളൊന്ന് വിശ്വാസത്തിലൊരു സ്റ്റെപ്പ് വെക്ക്. നിങ്ങളൊന്ന് എടുത്തേ, ഒരു ആരാധനയ്ക്കൊന്ന് പൊയ്ക്കേ, ഒരു പ്രാർത്ഥനയ്ക്കൊന്ന് പൊയ്ക്കേ. അവിടെ അന്ന് കേട്ട കാര്യത്തിൽ, ആ ദൈവവചനത്തിലൊന്നും മാനസാന്തരപ്പെട്ടേ. ചിലത് നമ്മൾ മാനസാന്തരപ്പെടത്തില്ല. ഇന്ന് കേട്ടത് മാനസാന്തരപ്പെടണമെന്നായിരുന്നു, പക്ഷെ മാനസാന്തരപ്പെടത്തില്ല. ഇല്ല, ഇത് മാത്രം ശരിയാകത്തില്ല. ചില ആരോട് പറഞ്ഞു സ്നാനപ്പെടണം, ഞാൻ സ്നാനപ്പെടുന്നൊന്നുമില്ല, ഇത് ശരിയാകത്തില്ല. ഇത് സ്നാനപ്പെട, നീ അത് കർത്താവിന്റെ വചനം അനുസരിച്ചാൽ, ആ വചനം അനുസരിച്ചുണ്ടെങ്കിൽ, ഇഫ് യു ആർ ആക്ടിങ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കത്തില്ല. എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവർ, ഇത് കേട്ടിട്ട് ചെയ്യുന്നവർ, കേട്ടിട്ട് കേൾക്കാതെ പോകുന്നവരല്ല, കേട്ടിട്ട് ചെയ്യുന്നവർ പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. നോക്ക്, അവിടെ കുഴികൾ കുഴിക്കുകയും എന്നിട്ട് പറയും 17, നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതിനോട് പറയുകയാണ്, നിങ്ങളുടെ മടിയിൽ എൻ്റെ കർത്താവ് കുടഞ്ഞിടും. നിങ്ങളൊന്നും കാണത്തില്ല, ഒരു അടയാളവും കാണത്തില്ല. ഇത് എവിടുന്ന് വരുമെന്ന് പോലും അറിയത്തില്ല. വരും. ഇഫ് ഗോഡ് ഓപ്പൺസ് എ ഡോർ ഫോർ യു, നോ മാൻ ക്യാൻ ക്ലോസ്. വരും, വന്നിരിക്കും, ചേർക്കപ്പെടും, വേണ്ടിയത് മുഴുവൻ കൊണ്ടുതരും. ഗോഡ് വിൽ ആഡ്. മാത്രമല്ല, എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയും, ഇത് പോരാ. യുദ്ധത്തിന് ഇറങ്ങുന്ന ആരോമായിട്ട്, മാവോബിയരുമായിട്ട്, ഇത് പോരാ എന്ന് തോന്നിയിട്ട് അവൻ മോവാബ്യരെ നിങ്ങളുടെ കയ്യിലേക്ക് നോക്ക, ഒരു ആഡ് ഓൺ കൂടെ അതിന്റെ അകത്ത്. ഗോഡ് ഈസ് ഗിവിംഗ് ആൻ ആഡ് ഓൺ. ഒന്നുകൂടെ കർത്താവ് തരിക. ഇത് പോരാ എന്ന് തോന്നിയിട്ട് മാവോബിയരെ കൂടെ. ഇന്ന് എന്റെ ദൂത്, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, ഇഫ് യു ആർ ഫേസിങ് ആൻ അനദർ തിങ്, അതിന്റെ അകത്ത് സീക്ക് ദ ഹാൻഡ് ഓഫ് ഗോഡ്. അതിന്റെ അകത്ത്, ഇതിന്റെ അകത്ത് ആരെന്നെ സഹായിക്കുന്നത്? ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ കൈ. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ കൈ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇതുപോലെ ഒരു ഇഷ്യൂ വന്നു. ഞാൻ ഐ സെഡ് വി വിൽ വെയിറ്റ്. ഇതിന്റെ അകത്ത് കർത്താവ് ചെയ്യും. അതിന് കർത്താവിനെ ഒന്ന് കർത്താവിനെ അത് കൈനീട്ടാനൊന്ന് സമയം കൊടുത്തേ. വെപ്രാളപ്പെടാതെ അതിൻ്റെ അത് ഭാരപ്പെടാം. ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് റോങ് വേസിൽ കൊണ്ടുപോകുന്നത്. അതാ ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞു. മിണ്ടാതിരിക്കാവും. ചില കാര്യത്തിൽ നമ്മൾ പറയുകയല്ലേ, ആ തിരുവായ നടച്ചു തമാശക്ക് പറയും, പുലി അല്ലെങ്കിൽ സിംഹം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മളൊന്നും ചെയ്യണ്ട, സിംഹം എല്ലാം ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞതുപോലെ ചില സിറ്റുവേഷനൊക്കെ നമ്മുടെ മുമ്പിൽ വാ വിളിച്ച് നിൽക്കുമ്പോൾ ഒന്നും മിണ്ടണ്ടേ. സീക്ക് ദ ഹാൻഡ് ഓഫ് ഗോഡ്. അവിടെ സ്തോത്രം പറയാൻ അറിയാവോ? താങ്ക് യു ജീസസ് എന്ന് പറയാൻ അറിയാവോ? കൃപ പ്രാപിക്കണം കർത്താവിന്. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം. അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കണം. അന്യഭാഷയുണ്ടോ, ഇത് ശരിയാണോ, ഇത് പഠിച്ചു പറ. എൻ്റെ പൊന്നെ, ഇതിന് വ്യാകരണമൊന്നും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു.
നോക്ക്, 120 പേര് ഒന്നിച്ചു കൂടിയപ്പോൾ അന്യഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ നോക്ക്, ആ പട്ടണം മുഴുവൻ, ആ ദേവാലയത്തിൽ വരാനുള്ള 18 രാജ്യക്കാർ അവർ ഓടി വന്നു. ഇവര് ദൈവത്തിന് വൻ കാര്യങ്ങൾ പറയുന്നു, ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നു. നോക്ക്, അന്ന് 3000 പേര് സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞ കളിയല്ല, ഡോണ്ട് ക്രിറ്റിസൈസ്. അറിയാൻ മേലെ മുട്ടുമടക്കി, കർത്താവെ എനിക്കിത് പഠിപ്പിച്ചു തരണം, എന്നെ മനസ്സിലാക്കി തരണം, എനിക്കിത് വെളിപ്പെടുത്തി തരണം. ഡോണ്ട് ക്രിറ്റിസൈസ് എനിത്തിങ്. ആരെയും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പ്ലീസ് നോക്ക്, എല്ലാ കർത്താവിന്റെ കയ്യിലെ അധികാരം. നോക്ക്, നമ്മൾ ആരെയും വിധിക്കേണ്ട. അവർ ചെയ്യുന്നത് ശരിയാണോ, ഇവർ ചെയ്യുന്നത് ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർ ചെയ്യുന്ന തെറ്റായിരിക്കും. ഷാജി ബ്രദർ, നമ്മുടെ റാന്നിയിലെ ഷാജി ബ്രദർ, അവർ പറഞ്ഞിട്ടല്ല കുഴിച്ചത്, വേറെ സ്ഥലത്താണ് കുഴിച്ചത്. അപ്പൊ ആകെ കൺഫ്യൂഷനായി. കുഴി വെട്ടുന്നവരിൽ നിന്ന് പറയുക, ഇതല്ലായിരുന്നു സ്ഥാനം, ഇവിടെ മുഴുവൻ താഴെ പാറയാണ്, ഇവിടെ കുഴിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ കഴുത്തെ പിടിച്ച് ഞെക്കാൻ നിൽക്കുക. പക്ഷെ നീ ഒരു ദൈവദാസനാണ്, നീ പറയുന്നത്. അവര് പറഞ്ഞതിനും വേറെ സ്ഥലത്ത് കുഴിച്ചു, പക്ഷെ അവിടെ വെള്ളം വന്നു, അവിടെ വെള്ളം വന്നു, അവിടെ വെള്ളം തന്നു. നിന്റെ വാക്കിന്, പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്. എനിക്കറിയാം അവിടെ ഒന്നും കിട്ടത്തില്ല, ഈ സമയം ഇവിടെ മീനില്ലെന്നറിയാം, പക്ഷെ നീ പറയുന്ന വാക്കിന്, അങ്ങനെ കർത്താവിന്റെ വാക്കിനെ വാല്യൂ ചെയ്യുന്നവരാണ്. യു വിൽ ലാക്ക് നത്തിങ്. നിങ്ങളുടെ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നിനും കുറവ് വരത്തില്ല. സമ്പത്തിന് കുറവ് വരത്തില്ല, ആരോഗ്യത്തിന് കുറവ് വരത്തില്ല. നിങ്ങളുടെ സമാധാനം വലുതായിരിക്കുമെന്ന് ദൈവവചനം പറഞ്ഞെങ്കിൽ വലിയ സമാധാനം. ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ആർക്കൊക്കെയോ വേണ്ടി, ഐ നോ ദ ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ്. അവര് വീണ വായിച്ചപ്പോൾ ദൈവത്തിന്റെ കൈ അവിടെ വന്നു. ആർക്കൊക്കെ വേണ്ടി കൈ ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ കൈ, ഗോഡ് ഈസ് കമ്മിങ് ഡൗൺ, ഹാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് കമ്മിങ് ഡൗൺ എന്ന് പ്രാർത്ഥിക്കാം. ജസ്റ്റ് റിസീവ്, ജസ്റ്റ് ബിലീവ് ആൻഡ് റിസീവ് ഇറ്റ്. പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതമായി തീർന്നമേ. ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ, നിങ്ങളുടെ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടുന്നത് ആവശ്യം പോലെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെള്ളമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കിണറ്റിൽ വെള്ളം കൊണ്ട് നിറയട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇനി വരുന്ന വർഷങ്ങളിൽ വെള്ളം വറ്റിപ്പോകാതെ എൻ്റെ കരം അവിടെ, കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. മനസ്സിന് യാതൊരു സമാധാനവും ഇല്ലാതിരിക്കുന്ന വ്യക്തി, ഞാൻ എന്ത് ചെയ്യും, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കെതിരെ ഒത്തിരി പേര് നിൽക്കുന്നല്ലോ, ഒരു ഓഫീസിൽ ഒരു സഹോദരി ഭാരപ്പെട്ടിരിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. കർത്താവ് കൂടെയുണ്ട്. അത്ഭുതകരമായി വഴികളും വാതിലുകളും സൗകര്യക്ക് വേണ്ടി തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഒറ്റപ്പെട്ട അവസ്ഥയിൽ കർത്താവ് കൂടെ ഇരിക്കും, ചേർത്ത് പിടിച്ചിരിക്കുക. കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. സഹോദരിക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഓഫീസിൽ ഒരു അത്ഭുതമായി, അടയാളമായി കർത്താവ് നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരം അവിടെ ഇറങ്ങട്ടെ, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങട്ടെ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചോദ്യങ്ങൾ ചോദിക്കേണ്ട കേട്ടോ. കർത്താവിന്റെ സന്നിധിയിൽ ആർപ്പിട്ടുകൊണ്ടിരുന്നാൽ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും, അത്ഭുതം നടക്കും, ദൈവമഹത്വം ജീവിതത്തിൽ ഇറങ്ങും, അസാധ്യതകളെ സാധ്യമാക്കും. ഇന്ന് രോഗികളായിരിക്കുന്നവർ, വയറ്റിൽ ഗ്യാസ് നിറഞ്ഞ് ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുക. ഇപ്പോൾ തന്നെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുക, കർത്താവ് കൂടെ ഇരിക്കുക. അത്ഭുതകരമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞ ആ വാക്ക്, നിങ്ങളുടെ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി എന്റെ കർത്താവിന്റെ വലിയ നിറവ് വെളിപ്പെടട്ടെ, സാന്നിധ്യം ഇറങ്ങട്ടെ, മഹത്വം ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, അത്ഭുത വിടുതലുണ്ടാകട്ടെ. ജീവിതങ്ങളെ സ്പർശിക്കുന്നതിനായി സ്തോത്രം, അവിടുന്ന് കൃപ പകരുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ കർത്താവ് നിറയ്ക്കണം. തലമുറകളെ അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, വീടുകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞെങ്കിൽ വെള്ളത്തിന് സ്കേഴ്സിറ്റിയുള്ള വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ കിണറുകൾ വെള്ളം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ വാട്ടർ ഷോർട്ടേജും മാറട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
നന്മകളാൽ നിറയ്ക്കണം കർത്താവെ. ബാംഗ്ലൂരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മൈസൂരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കാലിക്കറ്റ് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം വി എക്സ്പെക്ട് to see the hand of God. എൻ്റെ കർത്താവിൻ്റെ കൈ കർത്താവ് പട്ടണത്തിൽ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കാണണം. അതിനായിട്ട് ഞങ്ങൾ ദാഹത്തോടെ വന്നിരിക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്യാനല്ല വന്നത്. വി ആർ ഹിയർ ടു സീ ആൻഡ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ബാംഗ്ലൂർ, മൈസൂർ, കാലിക്കറ്റ്, ആ 3 മീറ്റിങ്ങുകളും ഓർത്ത് പ്രാർത്ഥിക്കണം. മറന്നുപോയി ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. ഇന്ന് വൈകിട്ട് തടിയൂര് നമ്മുടെ മിറ്റത്ത് കൺവെൻഷൻ ഇന്നും നാളെയും നടക്കുകയാണ്. ഷാജി ബ്രദറും പ്രിൻസ് ബ്രദറും അവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. ശക്തമായി ഒരു കൊടുങ്കാറ്റ് പോലെ കർത്താവിൻ്റെ ദാസന്മാരെ അവിടെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി രോഗികളെ സൗഖ്യമാകാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. സ്റ്റഡിയോർ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ്. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കണം. ജനത്തെ എല്ലാം കൂട്ടിവരുത്തണമേ. കാലാവസ്ഥയെല്ലാം അനുകൂലമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. So God bless you. God bless you. Have a wonderful day and share the video. See God. അതേ ഉള്ളൂ കാര്യം. ഏത് വിഷയത്തിലും നോക്ക്. പാട്ടുകാരനെ ആ വെള്ളത്തിന് വേണ്ടി വിളിച്ച് പാട്ട് വീണക്കാരനെ വിളിച്ചാൽ മതി. ഒന്നിനും കുറവ് വരാൻ. God bless you. Have a wonderful day and share the video also. God bless you.